പോളിംഗ് ബൂത്തുകളിലെ തിരക്കുകൾ നിയന്ത്രിക്കാനും ഇടപെടാനുമൊക്കെ AI സാങ്കേതിക വിദ്യയുടെ സഹായം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുമ്പോൾ കൺട്രോൾ റൂമിൽ അറിയിപ്പ് ലഭിക്കും. ഇങ്ങനെ സന്ദേശം കിട്ടുമ്പോൾ പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിൽ നിന്ന് റോഷിപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൺട്രോൾ റൂം ഇത് തലസ്ഥാനത്താണ്. അവിടെ നമുക്കറിയാം പോളിംഗ് ബൂത്തുകളിലൊക്കെ വലിയ ക്യൂ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതൊക്കെ കണ്ടെത്താനും അവിടെ ഇടപെടാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. AI ടൂൾ ഉപയോഗിച്ചാണ്. നമുക്ക് ഈ കൺട്രോൾ റൂമിന്റെ ചുമതലയുള്ള അഡീഷണൽ CEO ജെറോമിക് ജോർജ് ഒപ്പമുണ്ട്. എങ്ങനെയാണ് ഈ തവണത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു? ഇതൊരു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ഇൻഫാക്ട് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസിങ് AI ഇൻപുട്ട് ടു ഐഡന്റിഫൈ ഇങ്ങനത്തെ ക്യൂ അല്ലെങ്കിൽ തിരക്കുള്ള ഏറ്റവും കൂടുതലുള്ള പോളിംഗ് സ്റ്റേഷൻസ്. നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. എവിടെയെങ്കിലും ക്യൂ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ മൊത്തത്തിൽ സംസ്ഥാന തലത്തിൽ 30,000+ പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. ഓരോ സ്റ്റേഷനിലും 2 ക്യാമറ വീതമുണ്ട്. ഒരെണ്ണം ഇൻ ഒരെണ്ണം ഔട്ട്. അപ്പോൾ ഇന്നും ഔട്ടിലും നമുക്ക് ഈ 60,000 ക്യാമറ ഫീഡ്സിൽ എവിടെയെങ്കിലും ഒരു ഡിറ്റക്ഷൻ ഉണ്ടായാലും ഒരു ക്യൂവോ തിരക്കുണ്ടായാൽ അപ്പോൾ തന്നെ ഇത് ഫ്ലാഷ് ചെയ്യും. ഫ്ലാഷ് ചെയ്യുമ്പോൾ ആ പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറും മണ്ഡലം അറിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ കൺസേൺ ഡിസ്ട്രിക്ട് കളക്ടറും ROനെ അറിയിക്കും. എന്നാൽ അവിടെ ഇടപെട്ടിട്ട് അതിന് സ്മൂത്ത് ആക്കാം. ഇങ്ങനെ ഒരു AI ടൂൾ നമ്മൾ ഉപയോഗിച്ചു അത് ഏതാണ്ട് ഒരു വിജയിക്കുന്ന സാഹചര്യത്തിൽ അത് ഇനി ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഇതിപ്പോൾ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ആൻഡ് ഇതിനൊരു സക്സസ് നമുക്ക് നാഷണൽ ലെവലിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇത് പോളിംഗ് ബൂത്തുകളാണ്. അവിടെ തയ്യാറാക്കിയ ക്യാമറകൾ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ക്യൂ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിലാണ് ഇതുപോലെ റെഡ് മാർക്ക്, അതൊരു വാർണിംഗ് മാർക്ക് വരും. സ്വാഭാവികമായിട്ട് അത് കൺട്രോൾ റൂമിൽ അവർക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ തന്നെ അവിടെ പോളിംഗ് ബൂത്തിലേക്ക് ബന്ധപ്പെട്ട് അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ, അതുപോലെ ജില്ലാ കളക്ടറാണ് RO, അവരെയൊക്കെ ബന്ധപ്പെട്ട് അവിടെ എന്താണ് തിരക്ക് എന്ന് മനസ്സിലായി. ഇപ്പോൾ ആലപ്പുഴയിലെ ബൂത്തുകളാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെയൊക്കെ ഒട്ടേറെ ബൂത്തുകൾ സമാനമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് അല്പം കുറവാണ് തിരക്ക്. എന്നാൽ പോലും ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഈ AI ടൂൾ കൊണ്ട് കഴിയുന്നു എന്നാണ് കൺട്രോൾ റൂമിന്റെ ചുമതല ജെറോമിക് ജോർജ് പറയുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി കൃത്രിമ വീഡിയോ തയ്യാറാക്കാനും സ്വയം അപമാനിതരാകുമ്പോൾ നമുക്ക് പിടലിക്ക് വെച്ചു കൊടുക്കാനും മാത്രമല്ല AI എന്നതുകൂടി മനസ്സിലാവുകയാണ്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നമ്മളത് പറയേണ്ടതുണ്ട്.